വെരി വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. നല്ല ദൈവത്തിൻ്റെ നല്ല വചനങ്ങളെ നല്ല മനസ്സോടെ ധ്യാനിച്ചുകൊണ്ട് പൗരുഷനോടുകൂടെ ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. 17-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നിന്നൊരു ധ്യാനം, ഒരു പഠനം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ വാക്യം, ആ വചനം എനിക്ക് തന്നെ ഒരു പുത്തനാണ്. കാരണം അതിൻ്റെ ശരിയായ തർജ്ജിമ ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിരുന്നില്ല. ക്ഷമിക്കണം, ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന തർജ്ജിമയിൽ മനുഷ്യരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഞാൻ അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നാക്കിയിരുന്ന ഇച്ചോടെ നല്ലതായിരുന്നു. എന്നാൽ ഇംഗ്ലീഷിലും മറ്റ് ലളിത തർജ്ജിമയിലും വന്നപ്പോൾ ദോ ഈവിൾ പീപ്പിൾ ട്രൈഡ് ടു പേ മീ ടു ഡു റോങ്, ഐ ഹാവ് നോട്ട് ഡൺ വാട്ട് ദൈ വാണ്ടഡ്. എന്നെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. ഇൻസ്റ്റഡ് ഐ ഹാവ് ഡൺ വാട്ട് യു കമാൻഡഡ്. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നിന്റെ വചനം വിലക്കുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ല. അതിൻ്റെ മലയാള തർജ്ജിമ ഇങ്ങനെയാണ്: മനുഷ്യർ എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ തിരുവായിൽ നിന്നുള്ള കൽപ്പനകളാൽ അക്രമികളുടെ വഴിയിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്നാൽ അടുത്തൊരു 3 മിനിറ്റേ നമുക്കുള്ളൂ. മനുഷ്യരെന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? സ്കൂളിൽ വെച്ച് കുട്ടികളൊക്കെ അങ്ങനെ പറ്റും, കോളേജിൽ പറ്റും, രാഷ്ട്രീയത്തിൽ, ഓഫീസിലൊക്കെ മറ്റുള്ളവരുടെ പ്രഷർ നിമിത്തം നമ്മൾ തെറ്റ് ചെയ്യുന്നു. മനുഷ്യർ എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ തിരുവായിൽ നിന്നുള്ള കൽപ്പനകളാൽ അക്രമികളുടെ വായിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു. നമ്മൾ മോശം വാക്കുകൾ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ ചീത്ത വിളി ഉണ്ടല്ലോ, അതിന് ഉപയോഗിക്കുന്നത് തെറി എന്നുള്ള വാക്കാണ്. അതൊക്കെ മോശം പദമാണ്. ഇങ്ങനെയൊരു പൊതുവേദി പറയാൻ കൊള്ളത്തില്ലെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിങ്ങനെ പ്രത്യേകമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഗവൺമെൻറ് സ്കൂളിലാണ് ചെറുപ്പത്തിൽ പഠിച്ചത്. ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇംഗ്ലീഷ് മീഡിയം വന്നുകൊണ്ട് ഈ ചീത്ത വാക്കുകൾക്കൊക്കെ ഒരു ഇച്ചിരി പരിഷ്കാരം വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്ന് പഴയ്ക്കണമെങ്കിൽ നമ്മളും ചീത്ത പറയണം. ഇംഗ്ലീഷ് പറയുന്നതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇച്ചിരി പൊട്ട ഇംഗ്ലീഷെങ്കിലും പറയണ്ടേ? ചീത്ത പറയുന്നവരുടെ കമ്പനിക്കകത്തിരുന്നാൽ ചീത്ത പറഞ്ഞാലേ ഒരു രസമുള്ളൂ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മനുഷ്യരെന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പനി, നമ്മുടെ കൂട്ട് നമ്മെ തെറ്റിലേക്ക്, മോശം കാര്യത്തിലേക്ക്, വൃത്തികേടിലേക്ക് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അല്പം അകലം വിട്ട് നിൽക്കണം. ഇതാണ്. അവനെയും കൂടെ നമുക്ക് രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് രക്ഷിക്കാൻ പറ്റുകയില്ല. നമ്മൾ അവനിൽ നിന്ന് മാറി നിന്നിട്ട് പറയണം, നീ ഇങ്ങോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഞാനും കൂടെ കുഴിയിലകപ്പെടും. ഇനിയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
മയക്കുമരുന്ന്, MDMA, കഞ്ചാവ്, ഈ കൂട്ടുകാരുടെ പ്രഷറിൽപ്പെട്ടിട്ടാണ് പലരും വീണത്. ഈ ഒരു വചനത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ നശിച്ചു പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ലഹരിയുടെ അടിമയായ പിന്നെ തിരിച്ചു വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ വചനം ഒന്നുകൂടെ പറയുക. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നെയാണ്, ഇന്നലെ പറഞ്ഞു തന്നെയാണ്, ഇന്നലെ ഒന്നുകൂടെ പറയുക. മനുഷ്യരെന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. Though evil people tried to pay me to do wrong. തെറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു. I have not done what they wanted. അവരാവശ്യപ്പെട്ടത് ഞാൻ ചെയ്തില്ല. Instead I have done what you commanded. എൻ്റെ ദൈവത്തിൻ്റെ വചനം വിട്ട് ഒന്നും ഞാൻ ചെയ്യത്തില്ല. നമുക്ക് ഒന്നുകൂടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.